ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു മൂവിയുടെ റിവ്യൂ ആണ് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ വെള്ളിയാഴ്ച റിലീസായിട്ടുള്ള സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടമാണ്. ഞാൻ കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഹീറോയിൻസിനൊക്കെ ഇത്രയും ഒരു ഫുൾ ലെങ്ത്ത് ഒരു ക്യാരക്ടർ നമ്മൾ ഒരു സിനിമയിൽ കാണുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും. അതും നസ്രിയയുടെ ഒരു കംബാക്ക്. നസ്രിയക്ക് അങ്ങനെ കംബാക്ക് എന്നൊന്നും പറയുന്നത് ഇഷ്ടമല്ല. നസ്രിയ ഇടയ്ക്ക് ഒരു 4 വർഷം കൂടുമ്പോൾ ഒരു പടം, 3 വർഷം കൂടുമ്പോൾ ഒരു പടം അങ്ങനെയൊക്കെ വന്ന് അഭിനയിച്ച് പോകുന്നൊരു നായികയാണ്. അപ്പോൾ അവർ അത്രയ്ക്കും സെലക്റ്റീവാണ് ഓരോ റോളിനും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നസ്രിയയുടെ ഈ തീരുമാനം വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൂക്ഷ്മദർശിനി പക്ക ഒരു നസ്രിയ അതുപോലെ ബേസിൽ ഓറിയൻറ്റഡ് മൂവിയാണ്. രണ്ടു പേർക്കും തുല്യ പ്രാധാന്യം. കുറച്ചും കൂടെ കൂടുതലെന്ന് വെച്ചാൽ നസ്രിയക്കാണ് നമുക്ക് പറയാം. അത്ര കിടിലൻ ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മൂവിയുടെ നസ്രിയയുടെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് മുമ്പ് നസ്രിയ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു ജോണറായിട്ട് എനിക്ക് തോന്നി. ഒരു ബബ്ലി ഇതൊക്കെ ആയിട്ട് തോന്നി. ഒരു കുട്ടിയുടെ അമ്മയാണ് എന്ന രീതിയിലൊക്കെ വരുമ്പോൾ നമുക്ക് അയ്യോ കുറച്ചൊന്നും നമുക്ക് ബുദ്ധിമുട്ടാണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ റോള്. പിന്നെ അഭിനയിച്ച നമ്മൾ ആ ഒരു പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ മനസ്സിലാക്കി നമ്മൾ അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അവരെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നി. അപ്പോൾ തന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഭയങ്കരമായിട്ട് മാറ്റമുണ്ട്. മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആയിരുന്നു എനിക്ക് നസ്രിയയുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. അവിടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൻ്റെ ആ ഒരു മാനുവൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പിടിച്ച് ബേസിൽ അഭിനയിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കെയിലുണ്ട്. ആ ഒരു മാനുവൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് നമ്മൾ മുമ്പ് ഒക്കെ ബേസിൻ്റെ പല കഥാപാത്രങ്ങളിലും ഒരുപാട് തമാശകൾ പറഞ്ഞ് അങ്ങനെയൊക്കെ ആളുകൾ കയ്യിലെടുക്കുന്നത്. ഇതങ്ങനെ തമാശകളൊന്നും അങ്ങനെ പറയുന്നത് സിറ്റുവേഷൻ കോമഡീസ് കുറച്ചൊക്കെ ഉണ്ട്. എങ്കിലും ഒരു നമ്മൾ സാധാരണ നമ്മുടെ അയൽപ്പക്കത്ത് കാണുന്ന ഒരാളെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണോ അയാൾ ബിഹേവ് ചെയ്യുന്നത് ആ ലെവലിലാണ് ശരിക്കും പറഞ്ഞ ബേസ് ചെയ്ത് ഒരു ആ ഒരു പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു നെഗറ്റിവിറ്റി തോന്നി. നെഗറ്റിവിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. ത്രില്ലർ ഒരു മൂവി ആയതുകൊണ്ട് അതിന് സ്പോയിലർ ആവരുതല്ലോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ. എന്നാലും ഞാൻ പറയുകയാണ്, എനിക്ക് നസ്രിയ ഒരു പോയിന്റ് നസ്രിയയ്ക്ക് ഒരു ഡൗട്ട് വരുമല്ലോ ഈ ഒരു ഇതിൽ, ഒരു ടേണിംഗ് പോയിന്റ് വരും ഇതിൽ. ആ ഒരു ടേണിംഗ് പോയിന്റ് അപ്പോൾ വേണമായിരുന്നു, കുറേ മുൻപേ ആയില്ലേ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അങ്ങനെ ഒരു തോട്ട്, ഇങ്ങനെ ഒരു മിസ്റ്ററി, അങ്ങനെ ഒരു കാര്യം കണ്ടെത്തണം, അങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് നസ്രിയ ഇത്തിരി മുൻപേ പോയോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അതിന് പറ്റിയ ഒരു സിറ്റുവേഷൻ അതിന് ശേഷം വരുന്നുണ്ടായിരുന്നു. അത് ഇത്തിരി മുമ്പ് ഇട്ടിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ കഥ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയെന്ന് എനിക്ക് തോന്നി. മോശം നേരിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ ഈ രണ്ടൊരു സീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറ്റിയിടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എനിക്ക് തോന്നി. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പോയി അവസാനം കോമഡി ആയിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ്. നമ്മളെ ഭയങ്കര മുൾമുനയിൽ നിർത്തി ഇവർ ചെയ്ത് കൊണ്ടുവരുന്നത് വളരെ ഒരു കോമഡി ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ആയിരിക്കും ഇവളിങ്ങനെ സൂക്ഷ്മദർശിനി വെച്ചിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നും അല്ല, സീരിയസ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു കണ്ടന്റ് മലയാള സിനിമയിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാൽ മലയാളം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിൻ്റെ ഇപ്പോൾ ഒരു കുത്തൊഴുക്ക് തന്നെയല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ. ശരിക്കും 2024 മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ തന്നെയെന്ന് പറയാം. ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല കഥകളുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആ ക്യാരക്ടേഴ്സ് ഏത് ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻസ് ചെയ്താലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ സൂക്ഷ്മദർശിനിയൊക്കെ ഇതിലേക്ക് ഒരു പൃഥ്വിരാജോ ഒരു മോഹൻലാലോ അല്ലെങ്കിൽ ഒരു മഞ്ജു വാര്യരോ ഒന്നും ആവശ്യമില്ല. ഇപ്പം നസ്രിയും ബേസിലൊക്കെ ഞാൻ പറയുന്നത് സ്റ്റാർഡം ഇല്ലാത്ത ആൾക്കാരെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ നസ്രിയയ്ക്ക് പകരം വേണമെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു നയൻതാരയോ അല്ലെങ്കിൽ ഒരു മഞ്ജു വാര്യരോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അല്ല, ഒരു കുടുംബിനിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നസ്രിയയുടെ സ്ഥാനത്ത് കാണാം. ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലൈമാക്സ് രംഗമാണ് എൻ്റെ മനസ്സിലോട്ട് വരിക. അപ്പോൾ അത് വെച്ചിട്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ പോകുമ്പോൾ നസ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലോട്ടേ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇത് ഡയറക്ടറുടെ അതുപോലെ ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെയൊക്കെ ഒരു ചലഞ്ചാണ് ശരിക്കും പറയുന്നത് നസ്രിയനെ എനിക്ക് കാസ്റ്റ് ചെയ്തത് ഞാൻ പറയും. അത് തന്നെയാണ് തുടക്കത്തിൽ എല്ലാവർക്കും ഒരു കല്ലുകടി പോലെ തോന്നിയത്. നസ്രിയെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊരു തോന്നലായിരിക്കും. പക്ഷേ നമ്മൾ ആ പ്രിയദർശൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോടൊപ്പം നമ്മളോട് സഞ്ചരിക്കുമ്പോൾ നമുക്കത് കുഴപ്പമില്ലെന്ന് തോന്നി. എനിക്ക് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ആ ക്യാരക്ടർ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് അവസാനം ക്ലൈമാക്സിലൊക്കെ ആ സീനൊക്കെ കാണുമ്പോൾ ശരിക്കും കൈയടിച്ച് പോയി. എനിക്കൊക്കെ ഭയങ്കര ത്രിൽഡായി തോന്നി കേട്ടോ. അതൊക്കെ ഇങ്ങനത്തെ പടങ്ങൾ വരണം സത്യത്തിൽ. കുറേ നമ്മൾ ഹീറോയിസം മാത്രം കണ്ടാൽ പോരല്ലോ. ഇങ്ങനെ ഹീറോയിൻസിൻ്റെ പറ്റിയ നല്ല കഥാപാത്രങ്ങൾ എഴുതി നല്ല പടങ്ങൾ, നല്ല കണ്ടൻറ്റുള്ള പടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഹീറോയിസം ഒന്നും ആൾക്കാർ നോക്കില്ല. കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ അത് കാണും, ഉറപ്പായിട്ട് അത് ഹിറ്റായിരിക്കും. എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിയൊക്കെ
ഒരു 100 കോടി ക്ലബിലോട്ടൊക്കെ എത്താനായിട്ട് ചാൻസുകളാണ്. ഒരുപാട് സ്ക്രിപ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്ക്രിപ്റ്റിൽ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി കിട്ടണം അല്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കഥാകാരൻ പറയാണ്, അയാളുടെ മനസ്സിലുണ്ടാകും, പക്ഷെ അത് സിനിമയായിട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലായില്ലെങ്കിൽ അവിടെ നമ്മുടെ ഫെയിലിയർ ആണ്. കാരണം ഒരു പ്രേക്ഷകന് കണ്ടിട്ട് ഒന്നും മനസ്സിലായി അതെങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് കാര്യമില്ല. നേരെ മറിച്ച് ഒരു എഴുത്തുകാരൻ വന്നിരുന്ന് പറയണം ഞാൻ അതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. നമ്മൾ പടം കണ്ടുമ്പോൾ നമ്മളൊപ്പം തന്നെ പോകണം. ഇപ്പോൾ എയറാം സിനിമ കണ്ടിരുന്നപ്പോൾ എനിക്ക് അതാണ് പറ്റിയത്. എയറാമിൽ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായില്ല. അത് കുറേ കാര്യങ്ങൾ എനിക്ക് അതെങ്ങനെ അങ്ങനെ വന്നു, ആ സീനിൽ എങ്ങനെയാണ്, അത് എങ്ങനെയാണ്, ഒരുപാട് ചോദ്യങ്ങൾ, അതിനൊന്നും എനിക്ക് ഉത്തരം കിട്ടി. ഞാൻ ഈ ചോദ്യം പലരോടും ചോദിച്ചു, ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു അത് അങ്ങനെ ആയിരിക്കാം എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് അത് അങ്ങനെയാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കാം. അത് തന്നെയാണ് എനിക്ക് എയറാമിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു പോരായ്മയായിട്ട് തോന്നി. അത് സൂക്ഷ്മദർശിനിയുടെ സ്ക്രിപ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാത്തിനും ഉത്തരങ്ങളുണ്ട്. അത് ക്ലൈമാക്സ് രംഗങ്ങളിൽ നമുക്ക് ഓരോന്നും മുൻപത്തെ കാര്യങ്ങളൊക്കെ അവർ എടുത്തു കാണിച്ചിട്ട് അവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണണം. സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞാൽ ബേസിൽ ജോസഫ് മൂവി എന്ന രീതിയിൽ മാത്രമല്ല, ഇതൊരു നസ്രിയ മൂവി എന്ന രീതിയിലും, പിന്നെ പുതുമുഖ സംവിധായകനാണ്. പുതുമുഖ സംവിധായകൻ എനിക്ക് MC എന്നങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലാണ് ഇട്ടിരിക്കുന്നത്. ജിതിൻ എന്ന മറ്റാണ് തോന്നുന്നത് അദ്ദേഹത്തിന് ശരിക്കുള്ള പേര്. എന്തായാലും ഉണ്ടല്ലോ അദ്ദേഹത്തിനും വർക്ക് അപാരം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചു. ഞാൻ ആ സിനിമയുടെ കൂടെ ഇങ്ങനെ പോകുമ്പോഴേ അത് വേറിട്ട് നിൽക്കുന്നില്ലല്ലോ, അതിനോടൊപ്പം തന്നെ പോകുമ്പോൾ ആസ്വദിക്കാനും പറ്റും. കാരണം ഞാൻ അത്ര തന്നെ ഇൻവോൾവ് ആയിപ്പോയി ആ മൂവിയിൽ. അതാണ് ഇപ്പം നമ്മൾ ജയിലറൊക്കെ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ നമ്മളിങ്ങനെ ത്രിൽഡ് അടിച്ചിങ്ങനെ അത് വരുന്നു അങ്ങനെ ഒരു ഇതിൽ തോന്നിയില്ല. കാരണം അത്രയധികം മെർജ് ചെയ്താണ്, അതിന് പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പോയിരിക്കുന്നത്. എന്തായാലും കിഡു മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയിട്ട് കാണണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.